യമുനോത്രിയുടെ ഊഷ്മളതയിൽ MP വീരേന്ദ്രകുമാർ. പാഠസംഗ്രഹം. മലമ്പാതയിലൂടെയുള്ള വിഷമം പിടിച്ച യാത്ര അവസാനിച്ചത് ബന്ദർപൂജ് പർവ്വതത്തിനു സമീപമുള്ള തീർത്ഥാടന കേന്ദ്രമായ യമുനോത്രി ക്ഷേത്രനടയിലാണ്. ആരോഗ്യപ്രശ്നങ്ങൾ മൂലം ഡോലിയിലായിരുന്നു ലേഖകന്റെ യാത്ര. വേനൽക്കാലത്ത് പോലും യമുനോത്രിയിൽ നല്ല തണുപ്പാണ്. ശൈത്യകാലത്ത് തണുപ്പ് 0-ന് താഴെയാകും. എന്തൊക്കെ യാത്രാക്ലേശങ്ങളുണ്ടായാലും ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ ഭക്തർ അതെല്ലാം മറക്കും. ഏറെ വലിപ്പമുള്ളതല്ല യമുനോത്രി ക്ഷേത്രം. ആത്മീയ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം ജയ്പൂരിലെ മഹാറാണി ഗുലാരിയാണ് 19-ാം നൂറ്റാണ്ടിൽ പണി കഴിയിപ്പിച്ചത്. യമുനാദേവിയാണ് മുഖ്യപ്രതിഷ്ഠ. 1923-ൽ ഉണ്ടായ ഭൂചലനത്തിൽ തകർന്നുപോയ ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിച്ചു. കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പിന്നെയും പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രമാണിത്. യമുനയുടെ ഇടതുകരയിലുള്ള ക്ഷേത്രത്തിലെ യമുനാദേവിയുടെ വിഗ്രഹം കറുത്ത മാർബിളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 4421 മീറ്റർ ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന കാളിന്ദി പർവ്വതത്തിലെ സപ്തഋഷിക്കുണ്ടിലെ വിസ്തൃതമായ ഹിമാനയിൽ നിന്നാണ് യമുന ഉദ്ഭവിക്കുന്നത്. യമുന അലഹാബാദിൽ വച്ച് ഗംഗയിൽ ചേരുന്നതിനിടയ്ക്ക് ഹിമാലയൻ താഴ്വരകളിലൂടെയും സമതലങ്ങളിലൂടെയും 800 കിലോമീറ്റർ ദൂരം ഒഴുകുന്നു. ഭൂഗർഭത്തിലൂടെ ഒഴുകിയെത്തുന്ന സരസ്വതി അലഹാബാദിൽ വച്ചാണ് ഗംഗയോട് ചേരുന്നത്. ഈ 3 പുണ്യനദികളും കൂടിച്ചേരുന്ന സ്ഥലമാണ് ഭക്തർ പരിപാവനമായി കരുതിവരുന്ന ത്രിവേണി സംഗമം. യമുനോത്രി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് സൂര്യകുണ്ട്. ഇവിടുത്തെ ഉഷ്ണജല പ്രവാഹത്തിൽ ഒരു തുണിയിൽ കെട്ടി അരിയിട്ടാൽ അധികം വൈകാതെ അത് വെന്ത് ചോറാകും. ഈ അന്നമാണ് ദേവിക്ക് നിവേദിക്കുന്ന പ്രസാദം. ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഏറ്റവും വിശിഷ്ടം സൂര്യകുണ്ടാണ്. ഗന്ധക സാന്നിധ്യമാണ് വെള്ളത്തിന് ചൂട് നൽകുന്നത്. ഹിമാലയയിൽ പലയിടത്തും ഇത്തരം ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്. യമുനോത്രിയിൽ അസിതമുനി തപസ്സ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവി അസിതമുനിക്ക് വേണ്ടി പ്രത്യക്ഷയായ ഗംഗയാണെന്നാണ് വിശ്വാസം. ഇവിടെയും ഭക്തർ ആരാധന നടത്തുന്നു. നവംബറിൽ മഞ്ഞു പെയ്യാൻ തുടങ്ങിയാൽ യമുനയും സമീപ പ്രദേശങ്ങളും കനത്ത മഞ്ഞുപാളികൾക്കടിയിലാകും. ഏപ്രിൽ അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് മാസം ആരംഭത്തിൽ മഞ്ഞുരുകിത്തീരും. ശൈത്യകാലത്തിന് തൽക്കാലം വിട. അതോടെ യമുനോത്രിയിലേക്ക് വീണ്ടും ഭക്തജന പ്രവാഹം ആരംഭിക്കുന്നു. പാവനമായി കരുതപ്പെടുന്ന അക്ഷയതൃതീയ ദിനത്തിലാണ് ക്ഷേത്രവാതിൽ ഭക്തജനങ്ങൾക്കായി വീണ്ടും തുറക്കുക. ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങ് ഹ്രസ്വവും ഭക്തിസാന്ദ്രവുമാണ്. ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.